പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രതിഷ്ഠയ്ക്കായുള്ള 18-ാമത്തെ ദിവസത്തിൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ആനയിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് വിശുദ്ധ യോസേപ്പ് പിതാവിനോടൊപ്പം സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നൽകുന്ന സ്വർഗീയമായ സാന്നിധ്യത്തെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, ആ മാതൃക പിൻചൊല്ലുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളിൽ അഭിഷേകത്തിൻ്റെ വലിയ മഴ പോലെ അവിടുന്ന് പെയ്തിറങ്ങണമേ. പരിശുദ്ധമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ വലിയ സാന്നിധ്യം യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ. അങ്ങയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. യോസേപ്പ് പിതാവേ, അങ്ങയുടെ മധ്യസ്ഥത്തിൽ ഒത്തിരിയേറെ മക്കൾ പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ അപ്പനാണെന്ന് കാണിച്ചു തന്നുകൊണ്ട്, ഞങ്ങളുടെ പിതാവാണെന്ന് കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ നിയോഗങ്ങളിലും ഇടപെടണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേപ്പ് പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടി അണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വലിയ പ്രാർത്ഥനയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ, പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ, വലിയ തിരുക്കുടുംബ സാന്നിധ്യത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. വലിയൊരു കൂട്ടായ്മ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് നമ്മൾ ഈ പ്രതിഷ്ഠയിലേക്ക് നടക്കുക. അതുകൊണ്ട് തന്നെ വലിയ പ്രാർത്ഥനാബലം. നമ്മുടെ റോസറി വാരിയേഴ്സിലെ മക്കള് ജപമാലകൾ ചൊല്ലി ഓരോ ദിവസത്തെയും നിയോഗങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അഭിഷേകം, അതിൻ്റെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വിശുദ്ധൻ്റെ മധ്യസ്ഥത്തിൽ ഈ പ്രതിഷ്ഠയിലൂടെ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. കുടുംബ സമാധാനത്തിനു വേണ്ടി അനേക മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഒത്തിരിയേറെ വഴിതെറ്റിപ്പോയ മക്കളുടെ അവസ്ഥകൾ, എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കണ്ണീരോടുകൂടി നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനാകുന്ന വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ നമ്മുടെ ആത്മീയ പിതാവാകുന്ന, നമ്മെ കൃപയിൽ വളർത്തുന്ന, നമ്മെ സംരക്ഷിച്ച് പിടിക്കുന്ന, നമ്മെ കാത്തുപരിപാലിക്കുന്ന ഈശോയുടെ അപ്പൻ, ഈശോയുടെ വളർത്തു പിതാവ് നമ്മുടെയും അപ്പനാണ്, നമ്മുടെയും വളർത്തു പിതാവാണ്. നമുക്ക് നമ്മുടെ ആത്മീയ പിതാവിനോട് ചേർത്തുകൊണ്ട് ഈ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാം. ഇന്ന് 18-ാമത്തെ ദിവസമാണ്. എന്നോർത്തെ ദൈവം എന്തുമാത്രം നമ്മെ അനുഗ്രഹിച്ച് നയിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടത്തോടു കൂടിയായിരിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവപുത്രൻ്റെ വളർത്തു പിതാവേ. യോസേപ്പ് പിതാവിനെ വിളിക്കുന്ന പേരാണ് ദൈവപുത്രൻ്റെ വളർത്തു പിതാവേ. പിതാവ്, അപ്പൻ,
പ്രിയപ്പെട്ട ദൈവമക്കളെ, യൗസേപ്പിതാവുമായിട്ട് ബന്ധപ്പെട്ട്, യൗസേപ്പിതാവിൻ്റെ ഈശോയുടെ പിതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വാക്കുകൾ പറയാറുണ്ട്. യൗസേപ്പിതാവ് നിയമപരമായ അപ്പനാണ്. ചിലര് പറയാറുണ്ട് ആത്മീയമായ പിതാവാണ്. വേറെ ചിലര് ഇങ്ങനെ പറയാറുണ്ട് ബ്രഹ്മചാരിയായ പിതാവാണ്. വീണ്ടും പറയുന്ന വലിയൊരു വാക്കാണ് വളർത്തു പിതാവ്. ഇങ്ങനെ പല പേരുകളിൽ പല രീതിയിൽ യൗസേപ്പിതാവിൻ്റെ പിതൃത്വത്തെ വിശേഷിപ്പിക്കാറുണ്ട്. സ്വർഗം കനിഞ്ഞ് സ്വർഗം തിരുമനസ്സായി ഈശോയുടെ വളർത്തു പിതാവായി പ്രത്യേകം അഭിഷേകം ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട യൗസേപ്പിതാവ് ഈശോയുടെ വളർത്തു പിതാവാണ്, ഈശോയുടെ അപ്പനാണ്. നമുക്കറിയാം യൗസേപ്പിതാവ് ഈശോയുടെ ശാരീരികമായ പിതാവല്ല, ശാരീരിക പിതാവല്ല. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ വചനം മാംസം ധരിക്കും, നീ ഗർഭം ധരിക്കും. യൗസേപ്പിതാവും ഈ ഗർഭധാരണത്തിൽ യൗസേപ്പിതാവുമായുള്ള യാതൊരു വിധത്തിലുള്ള ശാരീരിക ബന്ധമില്ല. പിന്നെയോ ബ്രഹ്മചാരിയായ യൗസേപ്പിതാവ്, കന്യകയായ പരിശുദ്ധിയമ്മ ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയിൽ ദൈവത്തിൻ്റെ രക്ഷാകര കൃത്യം പൂർത്തിയാക്കപ്പെട്ട ഒരു ഉത്ഭവമാണ്, ഒരു മാംസധാരണമാണ്, ഒരു ഗർഭധാരണമാണ് യേശുക്രിസ്തുവിൻ്റെ ഗർഭധാരണം. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത പിതാവാണ് യൗസേപ്പിതാവ്, നിയമപരമായുള്ള അപ്പൻ, നിയമപരമായ പിതാവ്. യഹൂദ പാരമ്പര്യത്തിൽ ഒരു കുഞ്ഞിന് പേരിടേണ്ടത് അല്ലെങ്കിൽ പേരിടുവാൻ അവകാശപ്പെട്ടവൻ അപ്പനാണ്, ആ കുഞ്ഞിൻ്റെ പിതാവാണ്. മാലാഖ യൗസേപ്പിതാവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവൾ കുഞ്ഞിനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം നിയമപരമായ ഒരു പിതൃത്വം യേശുവിൻ്റെ മേൽ യൗസേപ്പിതാവിന് ഭരമേൽപ്പിച്ചു. യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ ചരിത്രത്തിൽ കുഞ്ഞിന് പേരിടേണ്ടവൻ ആ കുഞ്ഞിൻ്റെ അപ്പനാണ്, അപ്പൻ്റെ ഉത്തരവാദിത്വമാണ് പേരിടുക. അപ്പോൾ മാലാഖയിലൂടെ യേശുക്രിസ്തുവിൻ്റെ പിതൃത്വം നിയമപരമായ പിതാവാക്കി സ്വർഗം ഉയർത്തിയ യൗസേപ്പിതാവ്. ഇനി യൗസേപ്പിതാവ് ഈശോയുടെ പിതാവാണ്, അപ്പനാണെന്ന് പറയുമ്പോൾ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു വ്യാഖ്യാനമാണ്. ഒത്തിരിയേറെ വിശുദ്ധരും ഒത്തിരിയേറെ സഭാപിതാക്കന്മാരും ഒത്തിരിയേറെ ദൈവശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ച ഒരു വലിയ വ്യാഖ്യാനമാണ് യൗസേപ്പിതാവ് ഈശോയുടെ ബ്രഹ്മചാരിയായ അപ്പനാണ്. ബ്രഹ്മചാരിയായ അപ്പൻ. ഈശോയെ ഗർഭം ധരിച്ചത്, പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചത് ഒരിക്കലും ശാരീരികമായ ഒരു ബന്ധത്തിലൂടെയല്ല. സാധാരണ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു അപ്പൻ്റെയും അമ്മയുടെയും ദാമ്പത്യ ധർമ്മ നിർവഹണത്തിൻ്റെ ശാരീരിക ബന്ധത്തിലൂടെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. എന്നാൽ ഈശോ ജനിച്ചത് അങ്ങനെയുള്ള ഒരു ശാരീരിക ബന്ധത്തിലൂടെയല്ല. പിന്നെയോ കന്യകാവ്രതത്തിൽ ജീവിക്കുന്ന, കന്യകയായിരിക്കുന്ന, പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന ദൈവത്തിൻ്റെ രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കപ്പെട്ട അവസ്ഥയിൽ കന്യകയായിരിക്കെ വചനം അമ്മയിൽ മാംസം ധരിച്ചു, കന്യക ഗർഭം ധരിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചത് ഒരു ശാരീരിക ബന്ധത്തിലൂടെയല്ല, പിന്നെയോ കന്യകയായിരിക്കെ. അപ്പോൾ പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ കന്യകയായിരിക്കെ ഗർഭം ധരിച്ചവൾ, ശാരീരിക ബന്ധത്തിലൂടെയല്ലാതെ, ദാമ്പത്യ ബന്ധത്തിലൂടെയല്ലാതെ കന്യകയായിരിക്കെ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭധരിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൗസേപ്പിതാവിലേക്ക് വാ. യൗസേപ്പിതാവ് എങ്ങനെ യേശുവിൻ്റെ പിതാവായി, അപ്പനായി? പരിശുദ്ധ അമ്മ കന്യകയായിരിക്കെ ഗർഭം ധരിച്ചതുപോലെ ഇനി വേറൊരു കാര്യം ചിന്തിക്കണം. ഈശോ ജനിക്കുവാൻ ഇടയായത് ഒരു വിവാഹ ജീവിതത്തിലാണ്, ഒരു കുടുംബ ജീവിതത്തിലാണ്. ഒരപ്പൻ്റെയും അമ്മയുടെയും മകനായിട്ടാണ് ഈശോ ജനിക്കുന്നത്. ആ അപ്പൻ്റെയും അമ്മയുടെയും പ്രത്യേകത എന്താണ്? ബ്രഹ്മചാരിയായ യൗസേപ്പിതാവ്, കന്യകയായ അമ്മ. ഈ രണ്ട് പേരും ബ്രഹ്മചര്യത്തിൻ്റെയും കന്യകാവ്രതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആ സമയത്ത് ഇവരുടെ വിവാഹ ജീവിതത്തിൽ ആണ് ഈശോ ജനിച്ചത്, ഈശോ ഉരുവായത്.
അപ്പോൾ ഇവിടെ കന്യകയാകുന്ന അമ്മയ്ക്ക് ഈശോ ഉരുവായതുപോലെ ഈ വിവാഹ ജീവിതത്തിൽ തന്നെ ബ്രഹ്മചാരിയായ യൗസേപ്പ് പിതാവിന് ഒരു ദാമ്പത്യ ധർമ്മത്തിലല്ലാതെ ശാരീരിക ബന്ധത്തിലൂടെ അല്ലാതെ ദൈവം നൽകിയ ഒരു ശിശുവാണ്, ഒരു കുഞ്ഞാണ്. ഈശോ ബ്രഹ്മചാരിയായിരിക്കെ ആ കുടുംബജീവിതത്തിൽ ഗർഭം ധരിക്കപ്പെട്ട കുഞ്ഞാണ് ഈശോ. മാതാവ് ഈശോയുടെ അമ്മയായിരിക്കുന്നത് പോലെ തന്നെ യൗസേപ്പ് പിതാവ് ഈശോയുടെ അപ്പനാണ്. കന്യകയായ അമ്മ, ബ്രഹ്മചാരിയായ യൗസേപ്പ് പിതാവ്. ഇത് ശരിക്കും ധ്യാനിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അമ്മയ്ക്ക് ഈശോ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് യൗസേപ്പ് പിതാവിന് ഈശോ. യൗസേപ്പ് പിതാവിൻ്റെ മോനാണ്, അമ്മയുടെ മകനാണ്. അതുകൊണ്ട് മാതാവിനെയും യൗസേപ്പ് പിതാവിനെയും നമ്മളെന്താ പറയുന്നത്? ഫാദർ ഓഫ് ജീസസ്, മദർ ഓഫ് ജീസസ്. ദൈവമാതാവ്, ദൈവപിതാവ് എന്ന് തന്നെ പറയണം. പരിശുദ്ധ അമ്മയെ നമ്മൾ എങ്ങനെ വിളിക്കുന്നുവോ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഈ അവസ്ഥയിൽ യൗസേപ്പ് പിതാവിനെ യേശുവിൻ്റെ പിതാവ് എന്ന് വിളിക്കണം. അതാണ് അതിൽ തന്നെ ഒരു ശരി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് ഈശോയുടെ ഈ ഭൂമിയിലെ പിതാവാണ്, അപ്പനാണ്. മാതാവ് ഈശോയ്ക്ക് അമ്മയായിരിക്കുന്നത് പോലെ തന്നെ ആ വാക്കുകൾ മറക്കരുത്. കന്യകയായ അമ്മ, ബ്രഹ്മചാരിയായ അപ്പൻ. ഈ തലത്തിൽ ഈശോ യൗസേപ്പ് പിതാവിൻ്റെ പ്രിയപ്പെട്ട മകനാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് വളർത്തു പിതാവ്, ഫോസ്റ്റർ ഫാദർ. ഈശോയെ മകനായിട്ട് സ്വീകരിച്ചിട്ട് ഈശോയെ പ്രായത്തിലും ജ്ഞാനത്തിലും ശാരീരികമായി എല്ലാം മാനസികമായിട്ട് എല്ലാം വളർത്തിയ ഒരു പിതാവാണ് യൗസേപ്പ് പിതാവ്. നമ്മൾ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, തിരുക്കുടുംബത്തിലെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈജിപ്തിലെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വ്യയം ചെയ്ത ഒരു ജീവിതമായിരുന്നു യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം. എന്തിനു വേണ്ടി? ഈശോയെ വളർത്താൻ. ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുണ്ട്, അതിനുവേണ്ടി കഠിനമായ ദിനരാത്രങ്ങൾ അധ്വാനിച്ച് ആശാരിപ്പണി ചെയ്ത് ഈ കുടുംബത്തെ പോറ്റിയ വളർത്തിയ ഒരു പിതാവാണ് യൗസേപ്പ് പിതാവ്. ഈജിപ്തിലായിരിക്കുമ്പോഴും നമ്മൾ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ ഈജിപ്തിലുള്ള വാസം, അല്ലെങ്കിൽ യൗസേപ്പ് പിതാവിൻ്റെ ആത്മീയ ജീവിത യാത്രയിലുള്ള ആ പുസ്തകത്തിലും ഈജിപ്തിലുള്ള വാസം, നസറത്തിലേക്ക് തിരിച്ചു വരവ്, ഇവിടെയുള്ള കഷ്ടപ്പാടുകൾ, അധ്വാനം, ഇതെല്ലാം ഈ യൗസേപ്പ് പിതാവ് ചെയ്തത് ഈ പരിശുദ്ധ അമ്മയെയും ആ പ്രിയപ്പെട്ട മകനാകുന്ന ഈശോയെയും വളർത്താൻ വേണ്ടിയാണ്. ഈ വളർത്തു പിതാവ് അല്ലെങ്കിൽ ഫോസ്റ്റർ ഫാദർ എന്നുള്ളതിന് ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫീലി ദെയി ന്യൂട്രീസിയ എന്നാണ്. ഫീലി ദെയി ന്യൂട്രീസിയ. ഈ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നർച്ചറർ ഓഫ് ദ സൺ ഓഫ് ഗോഡ്. നർച്ചറർ, അതായത് വളർത്തുന്ന. ഈ വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിന് വിശാലമായ അർത്ഥമുണ്ട്. ഒരു കുഞ്ഞിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നൽകി വളർത്തുന്ന ഒരു അപ്പൻ്റെ ഒരു വലിയ ദൗത്യമാണ് യൗസേപ്പ് പിതാവ് ഈശോയിൽ പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കണ്ടു, യോസഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇൻക്രീസസ്. യോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇൻക്രീസർ എന്നാണ്, വളർത്തുന്നവൻ. അതേ പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവിൻ്റെ വലിയ ദൗത്യമായിരുന്നു ഈശോയെ വളർത്തുക എന്നുള്ളത്. നമുക്കറിയാം, ഈ ലോകത്തിലെ ഏതൊരു പിതാവിനെയും വിളിക്കാവുന്ന പേരാണ് നർച്ചറർ ഓഫ് ദ ചൈൽഡ്. ഒരു കുഞ്ഞിൻ്റെ വളർത്തു പിതാവാണ് ഓരോ അപ്പനും. ദൈവമായ കർത്താവ് ഒരു കുഞ്ഞിനെ ഒരപ്പന് നൽകുമ്പോൾ ആ അപ്പൻ ആ കുഞ്ഞിനെ ദൈവഹിതം അറിഞ്ഞ് ദൈവം എന്തിന് ഈ കുഞ്ഞിനെ നൽകിയോ അതിനുവേണ്ടി ഈ കുഞ്ഞിനെ വളർത്തണം. അതിന് ഭക്ഷണം കൊടുക്കണം, ആത്മീയമായ പോഷണം കൊടുക്കണം, ദൈവത്തിലേക്ക് അടുപ്പിക്കണം, ജ്ഞാനത്തിൽ വളർത്തണം, വിശുദ്ധിയിൽ വളർത്തണം. അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തുന്ന ഒരു ഫോസ്റ്റർ ഫാദറാണ് ഒരു പിതാവ്, ഒരപ്പൻ. അത് ശാരീരിക പിതാവാണെങ്കിലും ആത്മീയ പിതാവാണെങ്കിലും ഒരപ്പൻ്റെ, ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായ കുഞ്ഞിനെ വളർത്തുക എന്നുള്ള വലിയ ദൗത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു വളർത്തു പിതാവാണ്, വളർത്തിയ പിതാവാണ് ഈ യൗസേപ്പ് പിതാവ്.
ഇന്ന് നമ്മുടെ കുടുംബത്തില്, സഭയില് ഒരു പുരോഹിതൻ ഒരു ആത്മീയ പിതാവ. എന്താണ്? അവൻ വളർത്തണം ദൈവമക്കളെ, ദൈവകൃപയിൽ വളർത്തണം, ജ്ഞാനത്തിൽ വളർത്തണം, വിശുദ്ധിയിൽ വളർത്തണം, വചനത്തിൽ വളർത്തണം, സ്വർഗത്തിലേക്ക് വളർത്തണം. ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, ആത്മാക്കൾക്ക് ജന്മം കൊടുത്ത് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് വളർത്തുന്ന പിതാക്കന്മാരാണ് പുരോഹിതർ. ഇന്ന് ഈ വളർത്തുപിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന പുരോഹിതര്, ബിഷപ്പുമാര്, കർദിനാൾമാര്, പരിശുദ്ധ മാർപ്പാപ്പ, അതോടൊപ്പം തന്നെ എല്ലാ കുടുംബത്തിൻ്റെ പിതാക്കന്മാരും അപ്പന്മാരും ഈ യൗസേ പിതാവിനെ കണ്ടു പഠിക്കണം. എങ്ങനെ ഈ പിതാവ് ഈശോയെ വളർത്തി. ഒരപ്പനെ കണ്ട് പഠിക്കണം. നമ്മൾ പറയില്ലേ, അപ്പനെ കണ്ട്, അപ്പനാണ് ഒരു പൈതലിൻ്റെ, ഒരു ശിശുവിൻ്റെ മാതൃക. അപ്പനെ കണ്ട വളരുന്നത്. ഈ യൗസേ പിതാവിനെ കണ്ടു വളരാൻ സ്വർഗം ഇടയാക്കി ഈശോയ്ക്ക് അത്രമാത്രം വളർത്തുന്നവനാണ് ഈ യൗസേ പിതാവ്. അതുകൊണ്ട് തന്നെ ഈ യൗസേ പിതാവിൻ്റെ പിതൃത്വം പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വന്തമാക്കണം. ഈ യൗസേ പിതാവിൻ്റെ പിതൃത്വം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന പിതൃത്വമാണ്. സ്വർഗത്തിലെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട്, നമ്മുടെ അമ്മയായിട്ട്, സ്വർഗത്തിൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിലിരിക്കുമ്പോൾ ആ അരികിൽ തന്നെ ഉണ്ടാകും ഈ അപ്പൻ, ബ്രഹ്മചാരിയായ അപ്പൻ. അതുകൊണ്ട് തന്നെ യൗസേ പിതാവിൻ്റെ പിതൃത്വം സ്വർഗത്തിൽ എത്തി നിൽക്കുന്ന ഒരു പിതൃത്വമാണ്. അവിടെ ഈശോ പറഞ്ഞില്ലേ, വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയൊന്നുമില്ല. അവിടെ എല്ലാവരും വലിയ ആത്മീയമായ ആ ഒരു വലിയ സ്ഥാനത്തിലായിരിക്കും, ആത്മീയമായ അഭിഷേകത്തിലായിരിക്കും. അതുപോലെ സ്വർഗത്തിലും ഈ യൗസേ പിതാവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വലിയ സ്നേഹമുള്ള അപ്പനായിരിക്കും. നമ്മുടെ ഭൂമിയിലെ അപ്പൻ സ്വർഗത്തിൽ നമ്മൾ അറിയപ്പെടുന്നത്, സ്വർഗത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് യൗസേ പിതാവിൻ്റെ മക്കൾ എന്ന് അറിയപ്പെടും. എപ്പോൾ? ഈ ഭൂമിയിൽ യൗസേ പിതാവിൻ്റെ പിതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഈ അപ്പൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ അപ്പൻ്റെ മക്കൾ അപ്പനെ നോക്കി പഠിക്കണം, അപ്പൻ്റെ മക്കൾ അപ്പനെ മാതൃകയാക്കണം. അപ്പനെ കണ്ടുപഠിച്ച് അപ്പൻ്റെ പ്രത്യേക പരിപാലനയിൽ, അപ്പൻ്റെ സംരക്ഷണത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ആത്മീയ പിതാവാകുന്ന യൗസേ പിതാവിൻ്റെ മക്കളായിട്ട് സ്വർഗത്തിൽ നമ്മൾ അറിയപ്പെടും എന്ന സത്യം നമ്മൾ അറിയണം. യൗസേ പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈശോയെ വളർത്തിയ യൗസേ പിതാവ്, ഈശോയെ സംരക്ഷിച്ച വളർത്തു പിതാവ്, ഈശോയെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച യൗസേ പിതാവ് നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ മക്കളെയും സംരക്ഷിക്കും, വളർത്തും. ഒത്തിരിയേറെ കൃപ കൊണ്ട് നിറച്ച് നമ്മെ ബലപ്പെടുത്തുന്ന അഭിഷേകം നൽകി നമ്മെ അനുഗ്രഹിക്കും. കാരണം ഈശോയെ വളർത്തിയ യൗസേ പിതാവിൻ്റെ കരുത്ത്, അതിനുവേണ്ടി പിതാവായ ദൈവം ഈ പിതാവിൽ നിറച്ച അഭിഷേകം, ഇതെല്ലാം നമുക്കും ഈ ഭൂമിയിൽ ലഭിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടാണ് ഈ യൗസേ പിതാവിനെ നമുക്ക് ശക്തനായ ആത്മീയ പിതാവാക്കി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യൗസേ പിതാവിൻ്റെ ഈ പിതൃത്വത്തെ നമ്മൾ ശരിക്കും ധ്യാനിക്കുക. ബ്രഹ്മചാരിയായ അപ്പൻ, നിയമപരമായ അപ്പൻ, വളർത്തു പിതാവ്, അതോടൊപ്പം തന്നെ ആത്മീയ പിതാവ്, ഈ തലങ്ങളിലൊക്കെ പിതൃത്വം വഹിക്കുന്ന യൗസേ പിതാവ് ഈശോയ്ക്ക് എങ്ങനെയായിരുന്നുവോ അതുപോലെ നമുക്കുമായിരിക്കും. കാരണം നമ്മളെല്ലാവരും ഈശോയുടെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. ഈശോയുടെ മൗതിക ശരീരത്തിലെ അവയവങ്ങളായ നമ്മെ ഓരോരുത്തരെയും യൗസേ പിതാവാകുന്ന ഈശോയുടെ ഈ പിതാവ് വളർത്തും, കാത്തു സൂക്ഷിക്കും, അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ തിരിച്ചറിവോടുകൂടി നമുക്ക് യൗസേ പിതാവിൻ്റെ ഈ പിതൃത്വത്തെ സ്വീകരിക്കാം. നമ്മെ ഈശോയെ വളർത്തിയ വളർത്തു പിതാവ് നമ്മയും വളർത്തും, നമ്മയും ഇതുപോലെ പരിരക്ഷിക്കും, പരിപാലിക്കും, നമ്മെ സ്വർഗത്തിൽ എത്തിപ്പിക്കും. സ്വർഗത്തിൽ നമ്മൾ യൗസേ പിതാവിൻ്റെ മക്കളായിട്ട് അറിയപ്പെടും. ഈ ഉന്നതമായ അഭിഷേകത്തിലേക്കാണ് ഈ പ്രതിഷ്ഠയിലൂടെ ദൈവമായ കർത്താവ് നമ്മെ നയിക്കുക. ഇന്ന് ആരാധനയിൽ യൗസേ പിതാവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ആ അപ്പൻ്റെ പ്രിയപ്പെട്ട മോനും മോളുമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക. ഈ ആത്മീയ പിതൃത്വം അംഗീകരിക്കുക. ഈ ആത്മീയ അപ്പനെ, ആത്മീയ പിതാവിനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ വേദനകൾ, നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, ജോലി, ബിസിനസ്, പഠനം, എന്തുമാകട്ടെ എല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം. യൗസേ പിതാവ് ഈശോയെ ആത്മീയമായും
ഭൗതികമായും ശാരീരികമായും കാത്തുപരിപാലിച്ച് അപകടത്തിൽ നിന്ന് രക്ഷിച്ച് വളർത്തിയതുപോലെ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും വളർത്തും. നമുക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവിനെ ഞങ്ങളുടെയും പിതാവായിട്ട് നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഈ ഭൗമിക ജീവിതത്തിൽ ഞങ്ങൾ വിശുദ്ധിയിലും ചൈതന്യത്തിലും കൃപയിലും ആരോഗ്യത്തിലുമെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ യൗസേപ്പ് പിതാവിൻ്റെ ഈ പ്രതിഷ്ഠയിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യീശോയെ, യൗസേപ്പ് പിതാവ് അങ്ങേക്ക് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ആയിരിക്കും എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ,
കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തന്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിന്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തു പിതാവായി യൗസേപ്പ് പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി ഞങ്ങൾക്ക് നൽകിയല്ലോ. ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ പ്രിയപ്പെട്ട മക്കളായി ആത്മീയ പിതൃത്വത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യീശോയെ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യൗസേപ്പ് പിതാവിന്റെ വലിയ പിതൃവാത്സല്യം അനുഭവിക്കുവാൻ ഈ പ്രതിഷ്ഠയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. യൗസേപ്പ് പിതാവ് ഈശോയെ അങ്ങയെ എങ്ങനെ പരിപാലിച്ചുവോ, എങ്ങനെ വളർത്തിയോ, എങ്ങനെ സംരക്ഷിച്ചുവോ, അതുപോലെ തന്നെ ഈ മക്കളെ ഓരോരുത്തരെയും വളർത്തുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ട എല്ലാ കൃപയും അനുഗ്രഹവും അങ്ങ് ഞങ്ങൾക്ക് നൽകി യൗസേപ്പ് പിതാവിലൂടെ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി അങ്ങയുടെ ആശീർവാദം അങ്ങയുടെ മക്കൾ യാചിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.